ഹലോ ഫ്രണ്ട്സ്, കേട്ടാൽ തന്നെ ഞെട്ടുന്ന ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഇന്നത്തെ നമ്മുടെ മൂവി. സ്വന്തം മകളെ അവളുടെ അച്ഛൻ നീണ്ട 24 വർഷം വീട്ടിനുള്ളിലെ ആർക്കും അറിയാത്ത മുറിയിൽ പൂട്ടിയിട്ട ശേഷം സ്വന്തം അച്ഛൻ തന്നെ ക്രൂരമായി പീഡിപ്പിച്ച കഥയാണിത്. റിയൽ ലൈഫിൽ ആ പെൺകുട്ടി അനുഭവിച്ചതിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഈ മൂവിയിൽ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് മൂവിയിലേക്ക് കിടക്കാം. തുടക്കത്തിൽ മേരി എന്ന കുട്ടിക്ക് സുഖമില്ലാത്തതിനാൽ നായികയായ സാറയും അച്ഛൻ ജോസഫും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ കുട്ടിക്ക് ശ്വാസം എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഹോസ്പിറ്റലിലെത്തിയ ജോസഫ് സാറയോട് ആരെ എന്ത് ചോദിച്ചാലും ഒരക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞു. അവിടെ നിന്ന് സ്ക്രീൻ ബ്ലാക്ക് ഔട്ടായി നമ്മൾ കാണുന്നത് ഏതാണ്ട് 24 വർഷം മുൻപത്തെ കാര്യമാണ്. നമ്മുടെ സാറയ്ക്ക് വെറും 18 വയസ്സിന് താഴെ മാത്രം പ്രായം. രാത്രി ഫുഡൊക്കെ കഴിഞ്ഞ് സാറ പാർട്ടിക്ക് പോകാൻ നിന്നപ്പോൾ അവളുടെ അച്ഛൻ ജോസഫ് അത് സമ്മതിച്ചില്ല. അയാൾ അവളോട് റൂമിൽ പോയി കിടന്നുറങ്ങാൻ പറഞ്ഞു. അച്ഛനോട് വലിയ താല്പര്യമില്ലാതിരുന്ന സാറ റൂമിലേക്ക് പോയ ശേഷം രാത്രി ആരും കാണാതെ പാർട്ടിക്ക് പോയി. അങ്ങനെ രാത്രി സാറ ബോയ് ഫ്രണ്ടുമായിട്ട് അടിച്ചു പൊളിക്കുകയാണ്. എന്നാൽ സാറയുടെ അച്ഛനും അമ്മയും അന്ന് രാത്രി ഡോർ തുറന്നു നോക്കിയപ്പോൾ അവളെ കാണാനില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ പാർട്ടി കഴിഞ്ഞ് വരുന്ന സാറയെ വെയിറ്റ് ചെയ്ത് ജോസഫ് ഇരിക്കുവാണ്. അയാൾക്ക് അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ഡ്രോപ്പ് ചെയ്തത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത് എന്റെ വീടാണ്, ഇവിടെ എന്റെ റൂൾസ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് അവളോട് അയാൾ ദേഷ്യപ്പെട്ടെങ്കിലും അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോയി. ശേഷം റൂമിൽ എത്തിയ സാറയോട് സിസ്റ്റർ കഴിഞ്ഞ രാത്രിയിലെ പാർട്ടിയെ പറ്റി ചോദിച്ചു. തനിക്ക് 18 വയസ്സാകുമ്പോൾ ബോയ് ഫ്രണ്ടുമായിട്ട് ഒത്തിരി യാത്രകൾ ചെയ്യണം എന്നും സാറ അമ്മയോടും സിസ്റ്ററിനോടും പറഞ്ഞു. ഇതെല്ലാം ജോസഫ് ആരും അറിയാതെ പുറത്തുനിന്ന് ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ അയാൾ ആ വീടിന്റെ അകത്തുള്ള ഒരു ഗോഡൌൺ പോലുള്ള സ്ഥലത്തേക്ക് പോയി. അവിടെ ബുക്കൊക്കെ വെക്കിരുന്ന ഒരു ഷെൽഫ് തള്ളി മാറ്റിയപ്പോൾ അയാൾക്ക് മാത്രം അറിയുന്ന ഒരു റൂം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ആ വീട്ടിലുള്ള മറ്റാർക്കും അറിയില്ല. അടുത്ത ദിവസം സാറയുടെ അമ്മയും സിസ്റ്ററും പുറത്തു പോയപ്പോൾ ടൈമിൽ ജോസഫ് സാറയോട് വലിയൊരു ബോക്സ് താഴെ കൊണ്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും പെട്ടിയുമായി ഗോഡൌണിലേക്ക് ഇറങ്ങി. അവിടെ വെച്ച് അവൾ ജോസഫിനോട് ഇന്ന് ഫ്രണ്ട്സുമായിട്ട് പാർട്ടി ഉണ്ട്, അതിനെ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അയാൾ മറുപടി ഒന്നും കൊടുത്തില്ല. ശേഷം ജോസഫ് ആ ബുക്ക് ഇരുന്ന ഷെൽഫ് തള്ളി മാറ്റി ആ രഹസ്യ റൂമിലേക്ക് കയറി. ആ രഹസ്യ റൂമിനുള്ളിൽ കയറാൻ 2 ഡോറുണ്ട്. 2 ഡോറിനും ലോക്ക് സിസ്റ്റവും ഉണ്ട്. അങ്ങനെ ഒരു റൂം ആദ്യമായിട്ട് സാറ കണ്ടതുകൊണ്ട് തന്നെ അവളൊന്ന് ഭയന്നു. ശേഷം നിനക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ടിക്ക് പോകണമല്ലേ എന്ന് ചോദിച്ച് അവളെ അതിനുള്ളിലാക്കി അയാൾ ലോക്ക് ചെയ്തു. അവൾ ഒച്ച വെച്ചെങ്കിലും പുറത്ത് കേൾക്കാൻ പറ്റില്ലായിരുന്നു. അയാൾ കൊണ്ടുവന്ന പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിൽ ആകെ ഉള്ളത് അവൾക്ക് അത്യാവശ്യം വേണ്ട ഡ്രസ്സും പിന്നെ കുറച്ച് സാധനങ്ങളും മാത്രമാണ്. അയാൾ പോയ ശേഷം നമ്പർ ലോക്ക് വഴി അവൾ ലോക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പിന്നീട് വായു കടക്കാൻ ഒരു ചെറിയ ഹോൾ ഉണ്ട്. അതുവഴി ഒരു പൈപ്പ് കണക്ഷൻ ഗോഡൌണിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി ഒച്ച വെച്ചാൽ സൗണ്ട് പുറത്ത് കേൾക്കുമെന്നുള്ളത് കൊണ്ട് അയാൾ അതും ആരും കാണാതെ മൂടിവെച്ചു. അന്ന് രാത്രിയായിട്ടും സാറയെ കാണാത്തത് കൊണ്ട് അമ്മയും സിസ്റ്ററും അവളുടെ ബോയ് ഫ്രണ്ടിനെ ഒക്കെ വിളിച്ച് തിരക്കുന്നുണ്ട്. താൻ കഴിഞ്ഞ ദിവസം അച്ഛനോട് പറയാതെ പാർട്ടിക്ക് പോയതിന്റെ പണിഷ്മെന്റ് ആകും 2ാമത്തെ ദിവസം തുറന്നുവിടുമെന്ന് കരുതി സാറയ്ക്ക് തെറ്റി. അയാൾ അവളെ തുറന്നുവിട്ടില്ല. അവൾ യൂറിൻ പാസ് ചെയ്യുന്നതും എല്ലാം അതിനകത്ത് തന്നെയായിരുന്നു. അങ്ങനെ 4ാമത്തെ ദിവസം അയാൾ വന്നപ്പോൾ അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും 2 ഡോറും ലോക്ക് ഉള്ളതുകൊണ്ട് അവൾ കുറെ പിൻ അടിച്ചെങ്കിലും സാധിച്ചില്ല. ശേഷം അയാൾ അവളെ വലിച്ചിരിച്ച് റൂമിൽ കൊണ്ടുവന്നിട്ട് നീ ഇങ്ങനെ തെറ്റായ പാസ് അടിക്കും തോറും ഇവിടുത്തെ പവർ ഓഫ് ആകും. അത് ഈ റൂമിലെ വായുസഞ്ചാരം കുറച്ച് നിനക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ ഇതിന്റെ കോഡ് ഞാൻ എന്നും ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. ശേഷം അയാൾ അവളെ സ്വന്തം അച്ഛനാണെന്ന് പോലും നോക്കാതെ ക്രൂരമായി റേപ്പ് ചെയ്തു. അങ്ങനെ ഇത്രയും ദിവസമായിട്ടും സാറയെ കാണാത്തത് കൊണ്ട് അമ്മയും സിസ്റ്ററും പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. ജോസഫ് പോലീസിന്റെ ശ്രദ്ധ തിരിക്കാൻ അവരോട് അവളുടെ ട്രാവൽ ബാഗും കുറച്ച് ക്ലോത്ത്സും ഇവിടെ ഇല്ല, അതുപോലെ തന്നെ അവൾ കുറച്ച് രാജ്യങ്ങൾ ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അവൾ ആരോടും പറയാതെ പോയിട്ടുണ്ടാകുമെന്ന് പോലീസിനോട് അയാൾ പറഞ്ഞു. ഇതേ സമയം സാറ തന്റെ ബോയ് ഫ്രണ്ടുമായുള്ള നല്ല നിമിഷങ്ങളൊക്കെ ചിന്തിച്ച് സങ്കടപ്പെട്ടു. അടുത്ത ദിവസം സാറയുടെ ബോയ് ഫ്രണ്ട് അവളെ തിരക്കി വീട്ടിൽ വന്നു. എന്നാൽ ജോസഫ് അവൾക്ക് മറ്റൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നും അവന്റെ കൂടെ കറങ്ങാൻ പോയതാണെന്നും പറഞ്ഞു. എന്നാൽ ക്രിസിന് അത് അത്ര വിശ്വാസം വന്നില്ല. അവൻ ഒന്നും മിണ്ടാതെ തിരികെ പോയി. അങ്ങനെ 21ാമത്തെ ദിവസം ജോസഫ് അവൾക്കൊരു കേക്കുമായിട്ട് വന്നു. അന്ന് അവളുടെ 18ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. എന്നിട്ട് ഒരു ഡ്രസ് കൊടുത്തിട്ട് അതിട്ട് വരാൻ പറഞ്ഞു. അതിൽ അവൾ നല്ല സുന്ദരിയായിരുന്നു. എന്നിട്ട് അവളോട് എന്ത് ഗിഫ്റ്റ് വേണമെന്ന് ചോദിച്ചു. പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ മറ്റെന്തെങ്കിലും ആവശ്യപ്പെടാൻ പറഞ്ഞു. അവൾ ഒരു ക്ലോക്ക് വേണമെന്ന് പറഞ്ഞു. അന്നും അയാൾ അവളെ അബ്യൂസ് ചെയ്തു. അങ്ങനെ 354 ദിവസം അവൾ ആ കാറ്റും വെളിച്ചവും ഒന്നുമില്ലാത്ത റൂമിൽ ജീവിച്ചു. ഇതേ സമയം അവൾ സ്വന്തം അച്ഛനിൽ നിന്ന് തന്നെ പ്രഗ്നന്റ് ആയി. ആരുടെ ഹെൽപ്പ് ഇല്ലാതെ സ്വന്തമായി തന്നെ അവൾ കുഞ്ഞിനെ പ്രസവിച്ചു. അതൊരു പെൺകുട്ടിയായിരുന്നു. അവൾക്ക് സാറ മേരി എന്ന് പേരിട്ടു. 4 വർഷം കടന്നുപോയി. സാറയുടെ അമ്മ ഇപ്പോഴും അവളെ ഓർത്ത് കരയുകയാണ്. മേരിക്ക് 4 വയസ്സായി. അവൾക്ക് പൂർണ്ണലോകവുമായി ബന്ധമില്ലാത്തത് കൊണ്ട് ആ റൂമാണ് ലോകമെന്ന് മേരി കരുതി. അപ്പോഴേക്കും സാറ 2ാമതും പ്രഗ്നന്റ് ആയി. സത്യത്തിൽ സാറ ജോസഫിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയായി മാറിയിരുന്നു. അടുത്ത ദിവസം ജോസഫ് സാറയ്ക്കും മോൾക്കും ഒരു TV ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. അങ്ങനെ 7 വർഷം കഴിഞ്ഞു. 2ാമത്തെ കുഞ്ഞ് ജനിച്ചു. മേരിക്ക് പനി ആയതുകൊണ്ട് ടാബ്ലറ്റ് വാങ്ങിക്കൊണ്ടുവന്ന ജോസഫിനോട് അവൾക്ക് തീരെ സുഖമില്ല, ഡോക്ടറിനെ കാണിക്കണമെന്ന് സാറ പറഞ്ഞു. എന്നാൽ കുറച്ച് മരുന്ന് മാത്രം വാങ്ങി നൽകിയിട്ട് നീ അവളുടെ അമ്മയാണ്, നീ ഹാൻഡിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അയാൾ തിരികെ പോയി. അതൊക്കെ കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും സാറയുടെ ബോയ് ഫ്രണ്ട് ക്രിസ് അവളെ തിരക്കി വന്നിരുന്നു. ഇത്തവണ സാറയുടെ സിസ്റ്ററിനാണ് അവനെ കണ്ടത്. അവൻ സാറയ്ക്കും ജോസഫ് അന്ന് പറഞ്ഞ സാറയുടെ ബോയ് ഫ്രണ്ടിനും സുഖമായിരിക്കുന്നു എന്ന്
എന്ന് സിസ്റ്ററിനോട് ചോദിച്ചു. ഇത് കേട്ട സാറയുടെ സിസ്റ്ററിന് ജോസഫിൽ പന്തികേട് തോന്നി. ഇതിനിടയ്ക്ക് സാറ മൂന്നാമതും പ്രഗ്നന്റ് ആയി. ക്രിസ് പറഞ്ഞ കാര്യം സാറയുടെ സഹോദരി അമ്മയോട് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന് ചോദിച്ച് അവർ തമ്മിൽ വഴക്കായി. ഇതിനിടയ്ക്ക് ജോസഫ് സോഫയിൽ വെച്ചിട്ട് പോയ ഗോഡൌണിന്റെ കീ എടുത്ത് സാറയുടെ സിസ്റ്റർ അവിടേക്ക് പോയി. ഇതേ സമയം താഴെ സാറ ഡെലിവറി പെയിനായിട്ട് കിടന്ന് നിലവിളിക്കുകയായിരുന്നു. സാറയുടെ സിസ്റ്റർ സാറയെ പറ്റി എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നറിയാൻ അവിടെ തിരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും ജോസഫ് അവിടേക്ക് എത്തി. അവളെ വഴക്ക് പറഞ്ഞു അവിടെ നിന്ന് പുറത്താക്കി. അങ്ങനെ സാറ മൂന്നാമത് തോമസ് എന്ന ആൺകുട്ടിക്ക് ജന്മം നൽകി. എന്നാൽ അവൾ അയാളോട് റിക്വസ്റ്റ് ചെയ്തു, ഈ കുഞ്ഞിനെങ്കിലും അവരുടെ അമ്മയുടെയും സിസ്റ്ററിന്റെയും കയ്യിൽ ഏൽപ്പിക്കണം, അവർ വളർത്തട്ടെ എന്ന്. അയാൾ അടുത്ത ദിവസം ആ കുഞ്ഞിനെ വീടിന്റെ മുൻപിൽ നല്ലൊരു കൂടയിലാക്കി പൊതിനെ ഭദ്രമാക്കി വെച്ചു. സാറയുടെ അമ്മ വന്ന് നോക്കിയപ്പോൾ അതിലൊരു ലെറ്ററും ഉണ്ടായിരുന്നു. ആ ലെറ്റർ സാറയുടെ കൈയക്ഷരത്തിലുള്ളതായിരുന്നു. ഇത് എന്റെ കുഞ്ഞാണ്, ഇവനെ തോമസ് എന്ന് വിളിക്കണം, ഞാൻ എന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് മറ്റൊരിടത്ത് സുഖമായി ജീവിക്കുന്നു, ഈ കുഞ്ഞിനെ നിങ്ങൾ നോക്കണമെന്നായിരുന്നു കത്തിൽ. എന്നാൽ ആ കുഞ്ഞിന്റെ അടിയിൽ ഹെൽപ്പ് മീ എന്ന് ജോസഫ് അറിയാതെ സാറ എഴുതിയ ഒരു ലെറ്ററും ഉണ്ടായിരുന്നു. അത് അമ്മ കണ്ടില്ല, പകരം ജോസഫിന്റെ കയ്യിലാണ് കിട്ടിയത്. ദേഷ്യം വന്ന ജോസഫ് പിന്നെയും അവളെ ഉപദ്രവിച്ചു. അങ്ങനെ കുട്ടികളൊക്കെ അത്യാവശ്യം വളർന്നു. സാറ അടുത്തതും പ്രഗ്നന്റ് ആയിരുന്നു. മേരിയോടുള്ള ജോസഫിന്റെ പെരുമാറ്റവും ശരിയല്ലെന്ന് കണ്ട സാറ അയാളോട് അവളെ തൊട്ടു പോകരുത് എന്ന് താക്കീത് നൽകി. മേരി സാറയോട് തനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല, ആരെയും അറിയില്ല, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കടക്കണമെന്ന് പറഞ്ഞു. സാറ അവളോട് വെയിറ്റ് ചെയ്ത് നമുക്കൊരു വഴി കാണും, എങ്ങനെയെങ്കിലും പുറത്തു കടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 17 വർഷം കടന്നുപോയി. പുറത്ത് നല്ല മഴയായിട്ടിരുന്ന ഒരു ദിവസം സാറയുടെ റൂമിലേക്ക് വെള്ളം വീഴുന്നത് അവർ ശ്രദ്ധിച്ചു. സാറ ഒരു ടാങ്കിന്റെ മുകളിൽ കയറി എങ്ങനെയാണ് വെള്ളം വീഴുന്നത്, അതുവഴി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കി. ഇതേ സമയം തോമസിനോട് സാറയെ പറ്റി പറഞ്ഞ് കരയുമായിരുന്നു സാറയുടെ അമ്മ. അവൾ സ്പൂൺ വെച്ച് വെള്ളം വരുന്ന സ്ഥലം തുരന്ന് വലുതാക്കി. അത് വീടിന്റെ തന്നെ തൊട്ടടുത്തുള്ള പുറത്തേക്കുള്ള ഒരു ഹോളായിരുന്നു. അവൾ സൗണ്ട് ഉണ്ടാക്കാതെ കയ്യിലിരുന്ന ടോർച്ച് കൊണ്ട് പുറത്തേക്ക് ലൈറ്റ് അടിച്ച് സിഗ്നൽ കാണിച്ചു. രാത്രി ആയതുകൊണ്ട് അടിവഴി വന്ന ഒരാൾ കണ്ടെങ്കിലും അയാൾ വന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോൾ കഷ്ടകാലത്തിന് തുറന്നത് ജോസഫ് ആയിരുന്നു. അയാൾ ജോസഫിനോട് കാര്യം പറഞ്ഞു. ജോസഫ് ശരി ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് അയാളെ ഒഴിവാക്കി. ദേഷ്യം വന്ന ജോസഫ് അപ്പോൾ തന്നെ താഴെ വന്ന് പ്രഗ്നന്റ് ആണെന്ന് പോലും നോക്കാതെ സാറയെ ക്രൂരമായി ഉപദ്രവിച്ചു. അടിയുടെ ഫലമായി ആ കുഞ്ഞ് അബോർഷനായി. ഇതെല്ലാം സാറ ഒറ്റയ്ക്കായിരുന്നു ചെയ്തത്. സാറയുടെ വേദന സഹിക്കാൻ വയ്യാതെയുള്ള നിലവിളി കേട്ട് കുട്ടികളും പുറത്തിരുന്ന് കരഞ്ഞു. അങ്ങനെ കുഞ്ഞിന്റെ ബോഡി ജോസഫ് എടുത്തുകൊണ്ടുപോയി ആരും കാണാതെ വീടിന്റെ അടുത്ത് തന്നെ കുഴിച്ചുമൂടി. അങ്ങനെ നീണ്ട 18 വർഷം കഴിഞ്ഞു. തോമസ് ഇപ്പോൾ ഫുട്ബോൾ അങ്ങനെ സ്പോർട്സിലൊക്കെ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞപ്പോൾ മേരിയും സഹോദരനും നമുക്ക് എപ്പോഴാണ് അതൊക്കെ സാധിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് ജോസഫിനോട് സാറയോട് ദേഷ്യപ്പെട്ടു. എന്നാൽ അയാൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ പിന്നെയും 1 വർഷം കൂടി കടന്നുപോയി. ഒരു ദിവസം സാറയുടെ മകൻ തങ്ങളെ ഇങ്ങനെ പുറംലോകം കാണിക്കാതെ വളർത്തുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ച് ജോസഫുമായി വഴക്കുണ്ടാക്കി. എന്നാൽ അയാൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല. സാറ അവിടുന്ന് പുറത്തു കടക്കാൻ പല വഴികളും നോക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം സൈക്കോ ആയ ജോസഫ് ആരും കാണാതെ കാറിൽ നിന്നുള്ള പുക ഒരു ഓസ് വഴി കണക്ട് ചെയ്ത് സാറയുടെയും കുട്ടികളുടെയും റൂമിലേക്ക് അടിച്ചു കയറ്റി. എന്നാൽ ഇതിനിടയ്ക്ക് തോമസ് വന്നതുകൊണ്ട് അയാൾ കാർ പെട്ടെന്ന് ഓഫ് ചെയ്ത് അവന്റെ ശ്രദ്ധ തിരിച്ചുവിട്ടു. അതുകൊണ്ട് തന്നെ അധികം പുക അകത്തേക്ക് കടന്നില്ല. അടുത്ത ദിവസം മേരിക്ക് സുഖമില്ലാതെയായി. അവളുടെ കണ്ടീഷൻ വളരെ മോശമായി വന്നു. അവൾക്ക് ശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവളെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് സാറ പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ജോസഫ് ഒഴിവാകാൻ ശ്രമിച്ചു. എന്നാൽ പുറത്തിറങ്ങിയാൽ താൻ ഒന്നും മിണ്ടില്ലെന്നും ആരോടും ഒന്നും പറയില്ലെന്നും സാറ അയാൾക്ക് വാക്കുകൊടുത്തു. വേറെ നിവൃത്തിയില്ലാതെ സാറയെയും മേരിയെയും കൊണ്ട് ആരും കാണാതെ ജോസഫ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങി. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയ സാറയോട് അയാൾ മിണ്ടരുതെന്ന് താക്കീത് കൊടുത്തു. ഇതാണ് സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. മേരി ക്രിട്ടിക്കൽ കണ്ടീഷനിലായതുകൊണ്ട് നഴ്സ് വന്ന് ജോസഫിനോടും സാറയോടും മേരിയുടെ മെഡിക്കൽ ഹിസ്റ്ററിയെ പറ്റി ചോദിച്ചു. ഇതുവരെ ഡോക്ടറിനെ കാണിച്ചിട്ടില്ലാത്ത കുട്ടിക്ക് എവിടെ നിന്നാണ് മെഡിക്കൽ ഹിസ്റ്ററി? എല്ലാത്തിനും ജോസഫ് മാത്രം മറുപടി പറയുന്നത് കേട്ട് അവർക്ക് ഡൗട്ട് തോന്നി. സിസ്റ്റർ അവർക്കൊരു കൺസെന്റ് ഫിൽ ചെയ്യാൻ കൊടുത്തു. ഇതേ സമയം ജോസഫിന് ഒരു കോൾ വന്നു. സാറ പെട്ടെന്ന് ജോസഫ് കാണാതെ അടുത്തിരുന്ന വെള്ളം അതിലൊഴിച്ചു. അയാൾ സാറയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് മറ്റൊരു ഫോം വാങ്ങാൻ റിസപ്ഷനിലേക്ക് പോയി. ഇതേ സമയം സാറ ജോസഫ് കാണാതെ തൊട്ടു മുൻപ് വന്ന നഴ്സിന്റെ പിറകെ പോയി അവരോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയ ജോസഫിനെ സെക്യൂരിറ്റി പിടിച്ചു നിർത്തി. ബോധം വന്ന മേരിയോട് നമ്മൾ സേഫ് ആണെന്നും നീ വിഷമിക്കേണ്ടെന്നും സാറ പറഞ്ഞു. ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് സാറയുടെ വീട് ചെക്ക് ചെയ്തു. ഇതേ സമയം ആ റൂമിൽ ഒറ്റയ്ക്കായിരുന്ന ആ ആൺകുട്ടിക്കും കറണ്ട് പോയപ്പോൾ ബ്രീത്തിങ് പ്രോബ്ലം ആയി. പെട്ടെന്ന് തന്നെ പോലീസ് വന്നതുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടി. ഇതെല്ലാം കണ്ട് തോമസും സാറയുടെ അമ്മയും പൊട്ടിക്കരഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് സാറയും കുട്ടികളും അമ്മയും സിസ്റ്ററും ഒക്കെയുള്ള ഒരു അടിപൊളി ലൈഫാണ്. അവിടേക്ക് സാറയെ തിരക്കി പിന്നെയും ക്രിസ് വന്നു. അവർ രണ്ടുപേരും മുൻപത്തെ അവരുടെ പ്രണയകാലത്തെ പറ്റി പറഞ്ഞു. ക്രിസ് അവൾക്കൊരു ഹെൽമെറ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. ശേഷം അവർ മുൻപ് പറഞ്ഞതുപോലെ എല്ലായിടത്തും ചുറ്റണമെന്ന ആഗ്രഹം രണ്ടുപേരും കൂടി തുടങ്ങി വെച്ചു.